രസമുണ്ടോ? നല്ല രസമുണ്ടോ? നമുക്ക് ഇഷ്ടമായോ? ഇനി വേണോ നമുക്ക് അങ്ങനത്തെ? നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കാരമൽ പോപ്കോൺ ആണ്. ഇതിന് മുൻപ് ഞാൻ പോപ്കോണിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ചൂടോടുകൂടെ കഴിക്കാവുന്ന വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പോപ്കോണിന്റെ വീഡിയോ. എന്നാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാരമൽ പോപ്കോൺ ആണ്. മാളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ടല്ലോ കാരമൽ പോപ്കോൺ. അപ്പോൾ ആ കാരമൽ പോപ്കോൺ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ഡ്രൈ കോൺ വേണം. 1/4 കപ്പ് ഡ്രൈ കോൺ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാനൊരു പ്രഷർ കുക്കർ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അടികട്ടിയുള്ള ഏത് പാൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്ക് ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്തിരിക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഇനി ചൂടായ എണ്ണയിലോട്ട് ഞാൻ ഒരു കോണ് ചേർത്തിട്ടുണ്ട്. ഈ കോണ് പൊട്ടി വരണം. അപ്പോഴാണ് നമ്മുടെ എണ്ണ ചൂടായെന്ന് നമുക്ക് മനസ്സിലാവുക. എണ്ണ ചൂടായതിനു ശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിലോട്ട് കോണ് ചേർക്കാൻ പറ്റുക. നമ്മുടെ ഈ ചോളം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1/4 കപ്പ് ചോളം ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. പ്രഷർ കുക്കറിന്റെ അടപ്പ് കൊണ്ട് അടച്ചു വെക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു ലിഡ് ഉപയോഗിച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ചാൽ മതി. മുഴുവനായിട്ട് അടച്ചു വെക്കരുത്, ഇങ്ങനെ കുറച്ച് മാറ്റി വെക്കണം. എന്നാലേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് വരുന്ന ആവി പോവുക. ഇപ്പോൾ നമ്മുടെ കോൺ പൊട്ടി വരുന്നുണ്ട്, ഈ ലിഡിൻ്റെ ഇടയിൽ കൂടെ കാണുന്നുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഈ പ്രഷർ കുക്കർ ഒന്ന് ഇളക്കി കൊടുക്കുക കൂടെ ചെയ്യണം കേട്ടോ. കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ പോപ്കോണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കോണ് പൊട്ടി വരുന്നതിൻ്റെ സൗണ്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണിത്. ഇനി ഇതിലോട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ പോപ്കോണിന്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ പോപ്കോൺ വാങ്ങി കഴിക്കും, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് ഡ്രൈ കോൺ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഈ പോപ്കോൺ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിനെ കാരമൽ പോപ്കോൺ ആക്കി മാറ്റിയാണ് വേണ്ടത്. ഇനി പോപ്കോണിനെ ഒരു വാഴയിലയിൽ സ്പ്രെഡ് ചെയ്യണം. ഇതിന് പകരമായിട്ട് ഒരു ട്രേയിലോ അല്ലെങ്കിൽ ബേക്കിംഗ് ഷീറ്റിലോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ കാരമൽ മിക്സ് റെഡിയാക്കി എടുക്കാം. ഇവിടെ ഞാൻ അടി കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട്, ഒരു സോസ് പാൻ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുകയാണ്. ഇനി ഈ പഞ്ചസാര കാരമലായിട്ട് വരട്ടെ. ഞാനിവിടെ നമ്മുടെ സാധാരണ പഞ്ചസാരയാണ് ചേർക്കുന്നത്, വേണമെങ്കിൽ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ പഞ്ചസാര കാരമലായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് പാകൂടി കാരമലാവാണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചേർക്കുന്നത് 50 ഗ്രാം ബട്ടറാണ്, അതായത് 100 ഗ്രാം ബട്ടറിൻ്റെ പകുതി ഭാഗമാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ബട്ടറിൽ കുറച്ച് മിൽക്ക് സോളിഡൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി വരണം. ഏകദേശം 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഈ മിൽക്ക് സോളിഡൊക്കെ വറ്റിച്ച് കളയണം. അപ്പോഴേക്കും നമുക്കൊരു ക്രീമി ആയിട്ടുള്ള ഒരു മിക്സ് കിട്ടും. ഇനി ഞാൻ ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർത്താലേ ഉള്ളൂ നല്ല ഫ്ലഫി ആയിട്ടും ഗ്ലോസി ആയിട്ടുള്ള ഒരു മിക്സ് നമുക്ക് കിട്ടുക. അത് വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. കണ്ടോ, ബേക്കിംഗ് സോഡ ചേർത്തപ്പോൾ ഈ സോസിൻ്റെ കൺസിസ്റ്റൻസി തന്നെ മാറിയിട്ടുണ്ട്, നല്ല ഗ്ലോസി ആയിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 1-2 മിനിറ്റ് മിക്സ് ചെയ്യാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇനി ഇതിലോട്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല. നേരത്തെ ചേർക്കുന്നില്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് വെനില എസൻസോ അല്ലെങ്കിൽ വെനില എക്സ്ട്രാക്റ്റോ ഒക്കെ ചേർക്കാം. ഞാനിവിടെ വെനില എക്സ്ട്രാക്റ്റ് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ വെനില എക്സ്ട്രാക്റ്റ് ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഗ്ലോസി ആയിട്ടുള്ള കാരമൽ സോസ് റെഡി ആയിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ചേർത്താലേ ഉള്ളൂ നമുക്ക് ഇങ്ങനെയുള്ള ഗ്ലോസി ആയിട്ടുള്ള ഈ സോസ് കിട്ടുക കേട്ടോ. ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ലെങ്കിൽ സാധാരണ ഒരു കാരമൽ സൊല്യൂഷനാണ് കിട്ടുന്നത്. ഇനി ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ കാരമൽ സൊല്യൂഷൻ ചൂടോടുകൂടെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പോപ്കോണിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വേണ്ടേ. കഴിയെങ്കിൽ ഒഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യാൻ കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഞാനിത് ഒഴിച്ചിട്ടുണ്ട്, ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യണം, കുറേ സമയമൊന്നും വെക്കാൻ പറ്റില്ല, കട്ടിയായി പോകും. അങ്ങനെ നമ്മൾ മാളിൽ നിന്നൊക്കെ കിട്ടുന്ന നമ്മുടെ കാരമൽ പോപ്കോണിൻ്റെ അതിൻ്റെ ടേസ്റ്റ് തന്നെ വീട്ടിൽ നമ്മൾ പോപ്കോൺ ഉണ്ടാക്കിയിട്ടുണ്ട്, കാരമൽ പോപ്കോൺ. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം കേട്ടോ. ഒരുപാട് ടൈമൊന്നും വെക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോഴെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.